ഹലോ, ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവൽ വീണ്ടും റെക്കോർഡുകൾ തൂക്കി മുന്നോട്ട് കുതിച്ചുയരുകയാണ്. ഇനി കളങ്കാവൽ രണ്ടാമത്. മമ്മൂട്ടി ചിത്രങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ഈ ഒരു സിനിമ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായ ഭീഷ്മപർവം, ആ ചിത്രത്തിന് തൊട്ടു പിന്നാലെ ഈ ഒരു സിനിമ എത്തിയിരിക്കുകയാണ്. ഇവിടെ മമ്മൂട്ടിയുടെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള കണ്ണൂർ സ്ക്വാഡിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ ഈ ഒരു സിനിമ ഇതിനോടകം ഭേദിച്ചിരിക്കുന്നു. സിനിമ ഇനിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. OTT അടുത്ത മാസം, അതായത് ജനുവരി മറ്റന്നാൾ ആദ്യ വാരത്തിൽ തന്നെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒരു കാര്യം ഇവിടെ പറയാനുണ്ട്. ഇന്നും സിനിമയ്ക്ക് 130 മുകളിലുള്ള ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ ലഭിച്ചത് 6 ലക്ഷം രൂപയ്ക്ക് മുകളിൽ, അതായത് ഏകദേശം 12 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഇന്നും കളക്ഷനായി വന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 37.5 കോടി കടക്കുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമ 7.5 കോടിയിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ഓവർസീസിൽ നിന്ന് 4.5 കോടിയും സിനിമ കഴിയുന്നു. അങ്ങനെ സിനിമ 84 കോടിയും കടന്ന് 85 കോടി ടച്ച് ചെയ്യാൻ നിൽക്കുകയാണ്. എന്തായാലും ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ 19,49,700 ആളുകൾ കണ്ടുവന്ന് ട്രാക്കേഴ്സ് വിധി എഴുതുകയാണ്. 21,666 ഷോകൾ കേരളത്തിൽ ട്രാക്ക് ചെയ്യപ്പെടുകയും ചെയ്തു. ഈ ഒരു ജോണറിൽ വരുന്ന സിനിമകളിൽ ഏറ്റവും മികച്ചത്, അതായത് ഈ ഒരു മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സിനിമകളുടെ പട്ടികയിൽ ആദ്യ 2-ൽ തന്നെ നിൽക്കുമെന്ന് തന്നെ പറയാം ഈ ഒരു ചിത്രം. അത്രത്തോളം ഗംഭീരമായിട്ടുള്ള പ്രകടനം ബേസ് ചെയ്തിട്ടുള്ള ചിത്രമാണ്. വേറെ ഒരു നായക നടനും ആ റേഞ്ചിലേക്കുള്ള അഭിനയം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. 50 വർഷമായിട്ട് മമ്മൂട്ടി ഇവിടെയുണ്ട്. അതിന് മുകളിലേക്ക് ഒരു നടനും ഈ ഒരു സിനിമ ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തിനാ മമ്മൂട്ടിക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത്രത്തോളം മികച്ച ഈ ഒരു സിനിമ ഇപ്പോൾ എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും നമ്പർ 1 ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഈ ഒരു സിനിമ. പക്ഷേ അതിൻ്റെ തൊട്ട് താഴെ എത്തുന്ന കാര്യങ്ങൾ കാണാൻ കഴിഞ്ഞു. OTTയിലും റെക്കോർഡ് തുകയ്ക്ക് വിറ്റുപോയി. അങ്ങനെ തുടങ്ങുന്നു സിനിമയുടെ ചരിത്രം എന്ന് തന്നെ